ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൈപുണ്യം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കുസ്ക റൈസ് ആണ്. ഇതിനകത്ത് ചിക്കനോ മട്ടണോ മുട്ടയോ ഏതും ചേർക്കാതെ പ്ലെയിൻ ആയിട്ട് ചെയ്യുന്ന ഒരു ബിരിയാണിയാണ്. അതാണ് കുസ്ക റൈസ്. ഇത് ഈ തൈര് സാലഡിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ബിരിയാണിയാണ്. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ എണ്ണ കൂടി ഒഴിക്കണം. ഒഴിച്ചിട്ട് ഇതിന് താളിക്കാനായിട്ട് ഒരു ബ്രിഞ്ചി ഇല, ഒരു തക്കോലം, ഒരു തുണ്ട് പട്ട, 2-3 ഏലക്ക, 2-3 ഗ്രാമ്പു എല്ലാം ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് ഒരു 2-3 പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ സവാള കൂടെ ഇട്ട് കൊടുക്കണം. ഇത് നല്ല എണ്ണയിൽ കിടന്നൊന്ന് ചുമന്ന് വരണം. പച്ചമുളക് വന്ന് കീറാതെയാണ് ഞാൻ ഇട്ടത്. 2ആയിട്ട് കട്ട് ചെയ്ത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ വേണ്ടത് ഒരു വലിയ തക്കാളിയാണ്. അതും ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ല ഒന്ന് ഇളക്കണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോയുടെ താഴെ ഒരു റെഡ് കളർ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യണം. അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇപ്പോൾ തക്കാളിയും സവാളയും നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കണം. ഇനി ഇതിനാവശ്യമായ മസാലകൾ ചേർക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും ഒരു 1/2 സ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറണം. മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു 3 സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കണം. തൈര് വന്ന് ഒരുപാട് പുളിക്കാത്ത തൈര് വേണം ഒഴിക്കാൻ. ഞാൻ ഈ കപ്പിന് 1.5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ബാസ്മതി റൈസ് ആണ്. ഇത് നമുക്ക് കഴുകി കുറച്ചു നേരം കുതിരാൻ വെക്കാം. ഇപ്പോൾ സവാളയെല്ലാം നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിക്കണം. 1.5 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് കണക്ക്. ഒരുപാട് കൂട്ടി വെള്ളം ഒഴിച്ചാൽ അരി വന്ന് കുഴഞ്ഞു പോകും. അതുകൊണ്ട് കറക്റ്റായിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെക്കണം. ഇത് നല്ല തിളച്ച് വന്നതിന് ശേഷം മാത്രമേ അരി ഇട്ട് കൊടുക്കാവൂ. ഇപ്പോൾ വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കണം. സിമ്പിൾ വീഡിയോസിന് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് നല്ല ഒരു ടേസ്റ്റി ബിരിയാണിയാണ്. സ്കൂളിലെല്ലാം കൊടുത്തുവിടാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. നല്ല ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കണം. തീ വന്ന് മീഡിയം ലെവലിൽ വേണം വെക്കാൻ. ഇപ്പോൾ പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ കറക്റ്റായിട്ട് വെള്ളമെല്ലാം വറ്റി വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ദമ്മിലിടണം. അതിനുവേണ്ടി ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് ചൂടാക്കണം. ഒരു 10 നിമിഷം നല്ല ചൂടാക്കണം. ചൂടാക്കിയിട്ട് അതിലോട്ട് ഈ പാത്രം ഇറക്കി വെക്കണം. അങ്ങനെ ഇറക്കി വെക്കുന്നതിന് മുമ്പ് ഇതിന് മുകളിൽ 2 സ്പൂൺ നെയ്യ് ഒഴിക്കണം. പിന്നെ കുറച്ച് മല്ലിയില പുതിനയില കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു തുണി കൊണ്ട് നല്ല മൂടിയിട്ട് നമ്മൾ ഈ ദോശക്കല്ല് ചൂടാകുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് എടുത്തു വെക്കണം. എടുത്തു വെച്ച് 10 നിമിഷം കഴിഞ്ഞ് ഇറക്കിയാൽ നമുക്ക് സൂപ്പറായിട്ടുള്ള കുസ്ക റൈസ് റെഡിയായി.
ഇത് ചിക്കൻ മട്ടൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. താങ്ക് യു.